ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഉദയൻ കിളിയന്നൂർ. പ്രധാന വാർത്തകൾ. ഡൽഹിയിൽ ചുവപ്പുകോട്ടയ്ക്ക് സമീപമുണ്ടായ സ്ഫോടനത്തിൽ 8 മരണം. സ്ഥിതിഗതികൾ വിലയിരുത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. എല്ലാ സാധ്യതകളും പരിശോധിച്ച് കർശന അന്വേഷണം നടത്തുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ഡൽഹി സ്ഫോടനത്തെ തുടർന്ന് രാജ്യത്ത് ജാഗ്രത കർശനമാക്കി. കേരളത്തിലും റെയിൽവേ സ്റ്റേഷനുകളിൽ ഉൾപ്പെടെ പരിശോധന ശക്തമാക്കാൻ നിർദ്ദേശം. രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇന്ന് അങ്കോളയുടെ 50ാം സ്വാതന്ത്ര്യദിനാഘോഷങ്ങളിൽ പങ്കെടുക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 2 ദിവസത്തെ ഭൂട്ടാൻ സന്ദർശനത്തിന് ഇന്ന് തുടക്കം. ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ അവസാനഘട്ട വോട്ടെടുപ്പ് ഇന്ന്. വാർത്തകൾ വിശദമായി. ഡൽഹിയിൽ ചുവപ്പുകോട്ടയ്ക്ക് സമീപമുണ്ടായ സ്ഫോടനത്തിൽ 8 പേർ കൊല്ലപ്പെട്ടു. നിരവധി പേർക്ക് പരിക്കേറ്റു. വൈകുന്നേരം 7 മണിയോടെ ലാൽകില മെട്രോ സ്റ്റേഷന് സമീപം ട്രാഫിക് സിഗ്നലിൽ ഹുണ്ടായി i20 കാർ പൊട്ടിത്തെറിച്ചാണ് അപകടമുണ്ടായത്. സമീപത്തുണ്ടായിരുന്ന വാഹനങ്ങൾക്കും തീപിടിച്ചു. സ്ഫോടനത്തെ തുടർന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായി സംസാരിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്ഥിതിഗതികൾ വിലയിരുത്തി. സംഭവത്തിന്റെ എല്ലാ സാധ്യതകളും പരിശോധിക്കുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി പറഞ്ഞു. ഡൽഹി പോലീസ്, NIA, NSG, ഫോറൻസിക് സംഘങ്ങളുടെ നേതൃത്വത്തിൽ കർശന അന്വേഷണം നടത്തുമെന്നും അദ്ദേഹം അറിയിച്ചു. NSG और NIA की टीम FSL के साथ अभी गहन जांच करने का शुरू किया है. आसपास के स्थान के सभी CCTV कैमरा और बाकी सब चीजों की जांच के आदेश दे दिए गए हैं. मेरी CP दिल्ली से भी बात हुई है. स्पेशल ब्रांच के इंचार्ज से भी बात हुई है. സ്ഫോടനം നടന്ന സ്ഥലവും പരിക്കേറ്റവരെ പ്രവേശിപ്പിച്ച LNJP ആശുപത്രിയും ശ്രീ അമിത്ഷാ ഇന്നലെ രാത്രി സന്ദർശിച്ചു. ഡൽഹി മുഖ്യമന്ത്രി രേഖ ഗുപ്തയും LNJP ആശുപത്രിയിലെത്തി പരിക്കേറ്റവരെ സന്ദർശിച്ചു. സ്ഫോടനത്തിൽ UAPA, സ്ഫോടക വസ്തു നിയമം, ഭാരതീയ ന്യായ സംഹിത എന്നിവയുടെ വിവിധ വകുപ്പുകൾ പ്രകാരം ഡൽഹി പോലീസ് കേസെടുത്തിട്ടുണ്ട്. ദേശീയ തലസ്ഥാനത്തുണ്ടായ സ്ഫോടനത്തിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു, ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്രമന്ത്രിമാർ, സംസ്ഥാന മുഖ്യമന്ത്രിമാർ തുടങ്ങിയവർ അനുശോചനം രേഖപ്പെടുത്തി. എല്ലാ പ്രധാന റെയിൽവേ സ്റ്റേഷനുകളിലും പ്രത്യേക സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയതായി കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് പറഞ്ഞു. സ്ഫോടനം മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിക്കുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ സമൂഹമാധ്യമത്തിൽ കുറിച്ചു. രാജ്യത്തിന്റെ ക്രമസമാധാനത്തിനും ജനങ്ങളുടെ സുരക്ഷയ്ക്കും വെല്ലുവിളി ഉയർത്തുന്ന ശക്തികൾക്കെതിരെ ഒറ്റക്കെട്ടായി നിൽക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. ഡൽഹി സ്ഫോടനത്തിൽ വിവിധ രാജ്യങ്ങളുടെ അംബാസഡർമാരും ലോക നേതാക്കളും അനുശോചനം അറിയിച്ചു. ജപ്പാൻ, അർജന്റീന എന്നിവിടങ്ങളിലെ അംബാസഡർമാർ, ഇന്ത്യയിലെ ബ്രിട്ടൻ, ഓസ്ട്രേലിയ, ശ്രീലങ്ക, ബംഗ്ലാദേശ് ഹൈക്കമ്മീഷണർമാർ, US, ഇറാൻ എംബസികൾ തുടങ്ങിയവർ അഗാധമായ ദുഃഖം രേഖപ്പെടുത്തി. ഡൽഹിയിലെ സ്ഫോടനത്തെ തുടർന്ന് രാജ്യത്ത് ജാഗ്രത കർശനമാക്കി. അതിർത്തി പ്രദേശങ്ങളിൽ സുരക്ഷാസേന പരിശോധന ശക്തമാക്കി. വിശദാംശങ്ങളിലേക്ക്. ഇന്ന് തെരഞ്ഞെടുപ്പ് നടക്കുന്ന ബീഹാറിൽ ഉൾപ്പെടെയാണ് അതീവ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചത്. ബീഹാറിന്റെ എല്ലാ അതിർത്തികളിലും പോലീസ് സംഘങ്ങളെ വിന്യസിച്ചതായും ശക്തമായ പരിശോധന നടക്കുന്നുണ്ടെന്നും DGP വിനയ് കുമാർ പറഞ്ഞു. സമാധാനപരമായ തെരഞ്ഞെടുപ്പ് ഉറപ്പാക്കാൻ കഴിഞ്ഞ 72 മണിക്കൂറായി സംസ്ഥാനം അതീവ ജാഗ്രതയിലാണെന്നും ഭയമില്ലാതെ വോട്ട് രേഖപ്പെടുത്തണമെന്നും DGP അഭ്യർത്ഥിച്ചു. രാജസ്ഥാനിൽ തിരക്കേറിയ സ്ഥലങ്ങളിൽ ജാഗ്രത പാലിക്കാനും ബോംബ് നിർമ്മാർജ്ജന സ്ക്വാഡുകളോട് തയ്യാറായിരിക്കാനും മുഖ്യമന്ത്രി ഭജൻലാൽ ശർമ്മ നിർദ്ദേശം നൽകി. അതേസമയം തെറ്റിദ്ധരിപ്പിക്കുന്ന വിവരങ്ങൾ പ്രചരിക്കുന്നത് തടയാൻ സമൂഹ മാധ്യമങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണ്. ഉത്തർപ്രദേശിൽ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് DGP രാജീവ് കൃഷ്ണയുമായി സുരക്ഷാ മുൻകരുതലുകൾ ചർച്ച ചെയ്തു. റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സ് റെയിൽവേ സ്റ്റേഷനുകളിൽ പെട്രോളിംഗും തിരച്ചിലും ശക്തമാക്കി. പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലെ CCTV ദൃശ്യങ്ങൾ നിരന്തരം നിരീക്ഷിക്കാൻ DGP രാജീവ് കൃഷ്ണ പോലീസ് സേനയോട് നിർദ്ദേശിച്ചു. പഞ്ചാബിലും സുരക്ഷ മുൻനിർത്തി വാഹന പരിശോധന ഉൾപ്പെടെ ശക്തമാക്കി. കേരളത്തിലും റെയിൽവേ സ്റ്റേഷനുകൾ, ബസ് സ്റ്റാൻഡുകൾ, ആരാധനാലയങ്ങൾ എന്നിവിടങ്ങളിൽ പരിശോധന കർശനമാക്കാൻ സംസ്ഥാന പോലീസ് മേധാവി നിർദ്ദേശം നൽകി. സംശയാസ്പദമായ വസ്തുക്കൾ ശ്രദ്ധയിൽപ്പെട്ടാൽ 112 എന്ന നമ്പറിൽ അറിയിക്കേണ്ടതാണ്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. ഡൽഹി സ്ഫോടനവുമായി ബന്ധമുണ്ടെന്ന തരത്തിൽ പഴയ ഫോട്ടോ സമൂഹമാധ്യമത്തിൽ പ്രചരിക്കുന്നതായി പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ. 2024 ലെബനനിൽ നടന്ന സ്ഫോടനത്തിന്റേതാണ് ചിത്രമെന്ന് PIBയുടെ ഫാക്ട് ചെക്ക് വിഭാഗം സ്ഥിരീകരിച്ചു. ഇത്തരം പോസ്റ്റുകൾ പങ്കിടുന്നതിന് മുമ്പ് വിശ്വസനീയതയും ആധികാരികതയും പരിശോധിക്കണമെന്നും PIB ജനങ്ങളോട് അഭ്യർത്ഥിച്ചു. രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെ ദ്വിരാഷ്ട്ര പര്യടനം തുടരുന്നു. ലുവാണ്ടയിൽ നടക്കുന്ന അങ്കോളയുടെ 50ാം സ്വാതന്ത്ര്യദിനാഘോഷങ്ങളിൽ രാഷ്ട്രപതി ഇന്ന് പങ്കെടുക്കും. ഇന്നലെ അങ്കോളൻ പാർലമെന്റിനെ അഭിസംബോധന ചെയ്ത ശ്രീമതി മുർമു ഇന്ത്യൻ സമൂഹവുമായും സംവദിച്ചു. ഇന്ന് ബോട്സ്വാനയിലേക്ക് തിരിക്കുന്ന രാഷ്ട്രപതി ബോട്സ്വാന പ്രസിഡന്റ് ഡുമ ബൊക്കോയുമായി ഉഭയകക്ഷി ചർച്ചകൾ നടത്തും.
പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 2 ദിവസത്തെ ഭൂട്ടാൻ സന്ദർശനം ഇന്ന് ആരംഭിക്കും. ഭൂട്ടാൻ രാജാവുമായി ചേർന്ന് 1020 മെഗാവാട്ട് ജലവൈദ്യുത പദ്ധതിയുടെ ഉദ്ഘാടനം പ്രധാനമന്ത്രി നിർവഹിക്കും. ഇരു രാജ്യങ്ങളും സംയുക്തമായി വികസിപ്പിച്ച പദ്ധതിയാണിത്. ഭൂട്ടാൻ പ്രധാനമന്ത്രിയുമായി ശ്രീ മോദി കൂടിക്കാഴ്ച നടത്തും. ലോക സമാധാന പ്രാർത്ഥന മഹോത്സവത്തിലും പ്രധാനമന്ത്രി പങ്കെടുക്കും. ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ രണ്ടാമത്തെയും അവസാനത്തെയും ഘട്ടത്തിലേക്കുള്ള വോട്ടെടുപ്പ് ഇന്ന്. 20 ജില്ലകളിലെ 122 നിയമസഭാ മണ്ഡലങ്ങളിലേക്കാണ് വോട്ടെടുപ്പ്. സുരക്ഷാ കാരണങ്ങളാൽ 7 നിയോജക മണ്ഡലങ്ങളിൽ വൈകുന്നേരം 5 മണിക്ക് അവസാനിക്കും. രണ്ടാം ഘട്ടത്തിൽ 302 സ്ഥാനാർത്ഥികളാണ് മത്സരരംഗത്തുള്ളത്. ആദ്യഘട്ടത്തിൽ 65% പോളിംഗാണ് രേഖപ്പെടുത്തിയത്. വോട്ടെണ്ണൽ ഈ മാസം 14 നടക്കും. 7 സംസ്ഥാനങ്ങളിലായി 8 നിയമസഭാ മണ്ഡലങ്ങളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പും ഇന്ന് നടക്കും. ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിനൊപ്പം നവംബർ 14 വോട്ടെണ്ണൽ. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR ന്യൂസ് TVM X ഹാൻഡിലും ലഭ്യമാണ്. കേരളത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് 2 ഘട്ടങ്ങളിലായി നടക്കും. തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള 7 ജില്ലകളിൽ ഡിസംബർ 9-നും തൃശൂർ മുതൽ കാസർഗോഡ് വരെയുള്ള ബാക്കി ജില്ലകളിൽ ഡിസംബർ 11-നുമാണ് തദ്ദേശ തെരഞ്ഞെടുപ്പ്. ഡിസംബർ 13-നാണ് വോട്ടെണ്ണൽ. നവംബർ 14-ന് തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം പുറപ്പെടുവിക്കും. തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതോടെ സംസ്ഥാനത്ത് മാതൃകാ പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നു. വോട്ടെണ്ണൽ ദിനമായ ഡിസംബർ 13 വരെയാണ് പെരുമാറ്റച്ചട്ടം. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം നടപ്പാക്കുന്നതിന്റെ ഭാഗമായി കേരളത്തിൽ 86 ലക്ഷത്തിലേറെ പേർക്ക് എന്യൂമറേഷൻ ഫോറം വിതരണം ചെയ്തതായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ഡോക്ടർ രത്തൻ യു കേൽക്കർ. നവംബർ 25-നുള്ളിൽ SIRന്റെ ആദ്യഘട്ടം പൂർത്തീകരിക്കാനാവുമെന്നും അദ്ദേഹം പറഞ്ഞു. കേരളത്തിൽ ആരോഗ്യ വകുപ്പിന് കീഴിലുള്ള ആശുപത്രികൾക്കും മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള മെഡിക്കൽ കോളേജുകൾക്കുമുള്ള സമഗ്ര റഫറൽ പ്രോട്ടോകോൾ പുറത്തിറക്കി. മെഡിക്കൽ കോളേജുകളുടെ ഭാരം കുറയ്ക്കാനും രോഗികൾക്ക് തൊട്ടടുത്തുള്ള ആശുപത്രികളിൽ മികച്ച ചികിത്സ ഉറപ്പാക്കാനുമുള്ള മാനദണ്ഡങ്ങളാണിതെന്ന് മന്ത്രി വീണ ജോർജ് പറഞ്ഞു. ഈജിപ്തിലെ കെയ്റോയിൽ നടക്കുന്ന ISSF ലോക ഷൂട്ടിംഗ് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയുടെ സാമ്രാട്ട് റാണ പുരുഷന്മാരുടെ 10 മീറ്റർ എയർ പിസ്റ്റളിൽ സ്വർണം നേടി. ഇതോടെ വ്യക്തിഗത എയർ പിസ്റ്റൾ ലോക കിരീടം നേടുന്ന ആദ്യ ഇന്ത്യൻ താരമായി സാമ്രാട്ട് റാണ. 3 സ്വർണം, 3 വെള്ളി, 3 വെങ്കലം ഉൾപ്പെടെ ഇന്ത്യയുടെ ആകെ മെഡൽ നേട്ടം 9. കേരളത്തിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് തിരുവനന്തപുരം, എറണാകുളം, ഇടുക്കി ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഛത്തീസ്ഗഡ്, ജാർഖണ്ഡ്, മധ്യപ്രദേശ് എന്നിവിടങ്ങളിലെ ചില ഭാഗങ്ങളിൽ ശീതതരംഗത്തിന് സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. മണ്ണാറശാല ആയില്യ മഹോത്സവത്തോടനുബന്ധിച്ച് ഇന്ന് പൂയം തൊഴാനായി നാഗരാജ ക്ഷേത്രത്തിൽ ഭക്തജനത്തിരക്ക്. ഇന്നലെ ക്ഷേത്രത്തിൽ മഹാദീപക്കാഴ്ച നടന്നു. ആയില്യം നാളായ നാളെ ആലപ്പുഴ ജില്ലയിൽ പ്രാദേശിക അവധി പ്രഖ്യാപിച്ചു. ദേശീയ ഗീതമായ വന്ദേ മാതരത്തിന്റെ 150-ാം വാർഷികത്തോടനുബന്ധിച്ച് രാജ്യത്തുടനീളം വിവിധ പരിപാടികൾ പുരോഗമിക്കുന്നു. 1947 ഓഗസ്റ്റ് 15-ന് ഇന്ത്യ സ്വാതന്ത്ര്യത്തിലേക്ക് ഉണരുമ്പോൾ പ്രശസ്ത ഹിന്ദുസ്ഥാനി സംഗീതജ്ഞൻ പണ്ഡിറ്റ് ഓംകാർനാഥ് താക്കൂർ പാർലമെന്റിൽ അർദ്ധരാത്രിയിൽ വന്ദേ മാതരത്തിന്റെ പൂർണ്ണരൂപം ആലപിച്ചു. ഇതിന്റെ റെക്കോർഡ് ചെയ്ത പതിപ്പ് പിറ്റേന്ന് രാവിലെ 6:30-ന് ആകാശവാണിയിലൂടെ ജനങ്ങളിലെത്തി. തലമുറകളായി ഇന്ത്യക്കാരെ ഒന്നിപ്പിക്കാൻ ഒരു പ്രചോദനമായി വന്ദേ മാതരം ഇന്നും നിലകൊള്ളുകയാണ്. പാർലമെന്റിന്റെ ശീതകാല സമ്മേളനം അടുത്ത മാസം 1 മുതൽ 19 വരെ നടക്കും. നിയമനിർമ്മാണ പ്രവർത്തനങ്ങൾ, സർക്കാർ നയങ്ങൾ, പൊതുവിഷയങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള ചർച്ചകളിൽ സമ്മേളനം ശ്രദ്ധ കേന്ദ്രീകരിക്കുമെന്ന് ലോക്സഭാ സ്പീക്കർ ഓം ബിർള അറിയിച്ചു. കൊഹിമയിൽ 22ാമത് കോമൺവെൽത്ത് പാർലമെന്ററി അസോസിയേഷൻ സമ്മേളനത്തിന്റെ ഉദ്ഘാടന പരിപാടിക്ക് ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പ്രതിരോധ സെക്രട്ടറി രാജേഷ് കുമാർ സിംഗ് വിയറ്റ്നാം ഉപദേശീയ പ്രതിരോധ മന്ത്രിക്കൊപ്പം ഇന്ത്യ വിയറ്റ്നാം 15ാമത് പ്രതിരോധ നയചർച്ചയിൽ അധ്യക്ഷത വഹിച്ചു. അന്തർവാഹിനി തെരച്ചിൽ, രക്ഷാപ്രവർത്തനത്തിലെ സഹകരണം എന്നിവ സംബന്ധിച്ച ധാരണാപത്രത്തിൽ ഇരു രാജ്യങ്ങളും ഒപ്പുവച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ഡൽഹിയിൽ ചുവപ്പുകോട്ടയ്ക്ക് സമീപമുണ്ടായ സ്ഫോടനത്തിൽ 8 മരണം. സ്ഥിതിഗതികൾ വിലയിരുത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. എല്ലാ സാധ്യതകളും പരിശോധിച്ച് കർശന അന്വേഷണം നടത്തുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ഡൽഹി സ്ഫോടനത്തെ തുടർന്ന് രാജ്യത്ത് ജാഗ്രത കർശനമാക്കി. കേരളത്തിലും റെയിൽവേ സ്റ്റേഷനുകളിൽ ഉൾപ്പെടെ പരിശോധന ശക്തമാക്കാൻ നിർദ്ദേശം. രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് അങ്കോളയുടെ 50-ാം സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങളിൽ പങ്കെടുക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 2 ദിവസത്തെ ഭൂട്ടാൻ സന്ദർശനത്തിന് ഇന്ന് തുടക്കമാകും. ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ അവസാനഘട്ട വോട്ടെടുപ്പ് ഇന്ന്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.